ചാനലുണ്ട് യൂട്യൂബ്. ഹലോ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഭീമയിലാണ്. ഭീമയിൽ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ഒരു 2-3 ദിവസമേ ഉള്ളൂ. നമ്മൾ ഭയങ്കര ലേറ്റായി എടുക്കാൻ വന്നപ്പോഴേക്കും പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് എങ്ങനെയൊക്കെയോ ലേറ്റായി. ഈ 2 ദിവസം കൂടെ ഉള്ള കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് നമ്മൾ വന്നിട്ട് ഗോൾഡൊക്കെ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ഞാൻ അങ്ങനെ ഇടുന്നില്ല, പിന്നെ നമ്മളങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. ഞാൻ ശരിക്കും ഇടുന്നത് മറ്റേ റെന്റൽ ജ്വല്ലറി ഉണ്ടല്ലോ. എനിക്ക് ആൻറ്റീക്ക് ഇടണം എന്നാണ് ഭയങ്കര ആഗ്രഹം കല്യാണത്തിന്. കാരണം ആൻറ്റീക്ക് ഇടുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ, അത് ഗോൾഡിനില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആൻറ്റീക്കാണ് എടുക്കുന്നത്. ഞാൻ റെന്റൽ ആൻറ്റീക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് നാളെ മറ്റന്നാളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതായിരിക്കും ഇടുന്നത്. പക്ഷേ നമ്മൾ ഗോൾഡും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭീമയിലാണ് വന്നിട്ടുള്ളത് എടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ പോയിട്ട് നമ്മൾ എടുക്കുന്നതും എന്നൊക്കെ കണ്ടിട്ട് വാ. ഫ്ലാഷ് ബാക്ക്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പാലപ്പുഴ. കല്യാണത്തിന് സ്വർണം എടുക്കാൻ. നിങ്ങളും വരുമോ സ്വർണം എടുക്കാൻ? ഞാനും ദേവും സ്വർണം എടുക്കാൻ പോകുന്നു. പഞ്ചൂര് നമ്മൾ പകുതി വഴിയിൽ ഇറക്കി വിടുന്നത്. നമ്മളിത് ഈ ജ്വല്ലറിയിൽ വന്നു. എന്നിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? സ്വർണ്ണം എടുക്കാൻ. ആള് വന്നില്ല. ആക്ച്വലി നമ്മൾ എന്തും എടുക്കാനാണ്. മാലയാണോ എടുക്കുന്നത്? അനീശ്വരൻ്റെ അമ്മയ്ക്ക് വള, ചെറുക്കൻ്റെ അമ്മയ്ക്കുള്ള വളയും ചെറുക്കനുള്ള മോതിരം, എനിക്ക് താലി ഇടാനായിട്ടുള്ള ചെറിയ മാല, അതൊക്കെ എടുക്കാനാണ്. ദൈവനിവിടെ ഗ്ലോ ആയിട്ടിരിക്കുന്നത്. ഗ്ലോയിങ് രസമുണ്ട് കാണാനായിട്ട്. ഇത് രസമുണ്ട്. രസമുണ്ട്, കാണാൻ രസമുണ്ട്. ഇതൊക്കെ മറ്റേ സ്റ്റോൺ ഉള്ള ഇരിക്കട്ടോ. സ്റ്റോൺ മറ്റേ ഇല്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല. ഇതിനായിട്ട് തന്നെ സെലക്ട് ചെയ്തല്ലേ. ഇത് മുകളിലോട്ട് കിടക്കും, ഇവിടെ കിടക്കും, താഴോട്ടല്ല ആണോ? ഇത് വൈറ്റിൻ്റെ കൂടെ ഇടാനല്ലേ? നോക്കുമ്പോൾ ഇട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ മതിയോ? ഇടാം. അതിനെക്കാട്ടും നല്ലതല്ലേ ഇത്? ഇട്ട് നോക്കുമ്പോൾ ഈ മഞ്ഞ കളറുണ്ടല്ലോ, എനിക്ക് മഞ്ഞ കളർ ഇഷ്ടമല്ല. അതൊന്നും നമ്മൾ വെള്ളം വീഴുമ്പോൾ പോകത്തില്ലേ മഞ്ഞ കളറോ? പിന്നെന്തോ ആണോ ഇത്? അല്ല, പക്ഷെ ഇത് ഒരു കല്യാണത്തിന് ഇടുമ്പോ അഷ്ടമിക്ക് ആ കളർ കുറച്ചുകൂടി ഡാർക്ക് കളർ ഇഷ്ടം. റെഡ് അല്ലേ? അല്ല, ഇത് കണ്ടോ? കല്ലോ? ഇത് റെഡ് അല്ല, ഒരു പിങ്ക്. പിങ്ക് കളറല്ലേ ഇത്? ഈ റിങ്ങിന്റെ അതേ സ്റ്റോൺസ് അതിലെല്ലാം വരുന്നത്, ഇതിലും വരുന്നത്, ഈ മാലയിലും എല്ലാം സ്റ്റോൺസ് തന്നെ വരുന്നത്. മറ്റേ വെള്ളയല്ലേ കിട്ടു വരുന്നത്, അതായിട്ട് അറിയാനായിട്ട് ഞാൻ വെള്ള ഇടണമെന്ന് വെച്ചതാ. വെള്ളയൊന്നും കിട്ടിയില്ല. കുറച്ചുകൂടെ മുകളിലോട്ടല്ലേ വരുന്നത്. വലിക്കാൻ പറ്റും. രണ്ടാമത്തെ അല്ല, ഇത് രണ്ടാമത്തെ കുറച്ചുകൂടെ മുകളിലോട്ട്. ഇങ്ങനെ നോക്കുമ്പോ ശരിക്കും റെഡ് കളർ. അടുത്ത് എടുത്ത് നോക്കുമ്പോഴേ ആ പിങ്ക് ആണെന്ന് മനസ്സിലാവുള്ളൂ. ചാനലുണ്ട് യൂട്യൂബ്. ആണോ? അഞ്ചെണ്ണം അയക്കണോ? ഇഷ്ടപ്പെട്ട, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല. ഞാൻ ഓർണമെന്റ്സ് പോലെ ഇത് കാണാൻ
കുറെ അച്ചാർ മുളയും മായും എല്ലാം കൂടി ഇങ്ങനെ കളിക്കായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ആദ്യം കാണുന്ന മാനുണ്ടല്ലോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ വെച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു കളർ വ്യത്യാസം പോലെ പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ മറ്റേ മുന്തിരിക്കോലയൊക്കെ തൂങ്ങി കിടക്കുന്ന പോലെ ഇല്ലേ, അങ്ങനത്തെ ഒരു ഡിസൈൻ അല്ലേ? എന്തോ ഇലയോ പൂവോ എന്തൊരു സംഭവം. അതെ ഇതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് സെക്യൂരിറ്റി എന്നെ ഈ ചേച്ചി എവിടേക്കോ കണ്ടിട്ടുണ്ടെന്ന് അത് കേട്ടിട്ട് എനിക്ക് സമാധാനമായി. ഇവിടുത്തെ ക്യാമറയിൽ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ലൈറ്റിൻ്റെതാണ്. സുന്ദരിയായിട്ടുണ്ട്. സ്വയം അങ്ങ് പറയുകയാണല്ലോ. ചെറുത് വേണം അല്ലയോ? എനിക്കിത് വലുതാണ്. നമ്മുടെ കൈ കുറച്ചുകൂടി ചെറുതായിരുന്നു. എന്റെ കയ്യെക്കാട്ടും ചെറുതാണ്. സിമ്പിളായിട്ട് കയറും. ഇതിനേക്കാൾ ചെറുത് വേണം. അതിനെക്കാട്ട് ചെറുത് വേണോ? നീ അന്നല്ലോ ഒന്ന് മാറ്റിയേ പോരെ, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. നേരത്തെ എടുത്തതിനേക്കാളും ചെറിയ അളവാണ്. എനിക്ക് ഈ വള ഈ കൈ നല്ല സുഖമായിട്ട് കിട്ടും. എനിക്കിത് പൊതുവെ വള കയറാൻ കുറച്ച് പാട്. ചെറിയ അളവ് മതി. എനിക്ക് വെച്ച് നേരത്തെ ഇവിടെ ഒരെണ്ണം എടുത്ത് വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര തിളങ്ങുന്ന ഒരു സെറ്റ് എടുത്ത് വെച്ചത് അതിത് തന്നെയായിരുന്നു. ആണോ? അവിടെ വെച്ച് ഭയങ്കര തിളക്കുമായിരുന്നു. ഇട്ടുകൊണ്ട് കൈ ഇട്ടുകൊണ്ട് പോകേണ്ടി വരും. ഭയങ്കര പാട ബുദ്ധിയാണ് എനിക്ക്. ഇതിൽ കയറും കഴിയുന്ന സൈക്കോൾഡ് വരുന്നില്ലേ? എല്ലാം വരുന്നേ ഇതിനേക്കാളും ഡിസൈൻ നല്ല വേണ്ടിയാണ്. രണ്ടുപേരും എന്ത് നോക്കാം മേളിപ്പോന്ന്. താലി ഇടാനായിട്ടുള്ളൊരു ചെറിയ മാല വേണം. ചെറുക്കിനിടാനായിട്ടുള്ള മുദ്ര രണ്ടും കൂടെ എടുത്തിട്ട് നമ്മള് സ്ഥലം കഴിക്കും. നാളെ തുടങ്ങുന്നത് ആ മറ്റന്നാളാ, മറന്നുപോയോ? തലേന്ന് ഒരുങ്ങാൻ എന്തുവാ നമ്മളിങ്ങനെയൊക്കെ അങ്ങ് നിൽക്കും. ഹായ്. ആ മാല കൊള്ളാം. ഏതാ? റെഡോ? ഇതും കൊള്ളാം, ഇതും കൊള്ളാം. താലിയായിട്ടുള്ള മാല നോക്കട്ടെ. അത് ജസ്റ്റ് സിമ്പിൾ ഇതുപോലത്തെ പോലെ. താലിമാല ഇടുമ്പോൾ എങ്ങനെ ഞാൻ പൊടിച്ചേച്ചി വാങ്ങിച്ചു തന്ന താലി മാല പരേ നമുക്ക് പയ്യെ നമ്മൾ റിങ് നോക്കാം. ആ റിങ്ങിന് അളവില്ലല്ലോ. എന്റെ അളവിനേക്കാൾ ചെറുതാ, ഇതിനേക്കാൾ ചെറുതാ. കൈ മൈലാഞ്ചി തന്നെ ഇടുന്നുണ്ട്. കൈയിന് അൽത്തയാണ് ഇടുന്നത്. അൾട്ടല്ല, മാർക്കർ. അൽത്തയിലിടുന്നത് പെർമനന്റ് റെഡ് മാർക്കർ. കല്യാണത്തിന് ഇടുമ്പോൾ നിങ്ങൾ സ്പൂണൊക്കെ ആയിട്ട് വരണേ. ഈ കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് കാരണം ആ മാർക്കർ കഴിക്കാൻ നടക്കുന്നുണ്ടല്ലോ. അയ്യോ ഇതിന്റെ കൈ കയറത്തില്ല. ആ കൈ കയറത്തില്ല, തീരെ കയറത്തില്ല. വണ്ണം വെക്കാൻ തിന്ന് ഫുൾ ഇവിടാണ്. തിന്നുന്നല്ലേ ഇങ്ങോട്ട് പോയി. ഒന്ന് മുഖത്ത്, എന്റെ മുഖത്താണ് വണ്ണം വെക്കേണ്ടത്. അതൊന്നും ഇങ്ങോട്ടാണ്. നെറ്റൊക്കെ ഇതിന്റെ കയ്യിൽ. എന്റെ എൻഗേജ്മെന്റ് ഭയങ്കര ഡ്രസ് അല്ലേ? നമ്മുടെ പൈസയുടെ ഒരു സിമ്പൽ. അതിട്ട പൈസ കിട്ടും. ഭാഗ്യമാണ്. എന്നാ ഇട്ട് കൊടുക്കും. പറക്കുന്നൊരു ജീവി. ഇതല്ലേ നിങ്ങൾ അന്ന് എൻഗേജ്മെന്റിന് ആദ്യം നോക്കിയേ? ഈ ഡിസൈൻ മുകളിൽ ഞാൻ ഉദ്ദേശിച്ച താഴെ പ്ലാറ്റിന, മുകളിൽ ഗോൾഡ്. ഇതുപോലെ തന്നെ ഉള്ളതാണ് എൻഗേജ്മെന്റ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഇതാണ്. കാരണം നമ്മൾ വളരെ വൈകിപ്പോയി എൻഗേജ്മെന്റ് ഇറങ്ങിയത്. ഇതുപോലത്തെ ഈ എൻഗേജ്മെന്റ് ഉദ്ദേശിച്ചത് ഇങ്ങനെ പ്ലാറ്റിനം ഗോൾഡ് കൂടെ വരുന്നത്. പക്ഷെ നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ പോയി റിംഗ് എടുത്തത്. നമുക്ക് ഇത് ചെയ്തു തരാൻ പറ്റുന്നത്. എന്താണ് എന്റെ ചെമ്മിയോ? ശരിയാ, കള്ളല്ലേ? ഞാൻ ഇങ്ങനെ കല്യാണത്തിന് നിൽക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ടാഗ് ഫ്രീ ആയിട്ട് കിട്ടി. അതാണ് നിങ്ങളുടെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം ചെയ്തുപോലെ കല്യാണത്തിന് ഇത്രയും മോതിരം ഇട്ട് നിൽക്കണം. ഒരു മോതിരം പോലും ആ സിംഹത്തിന്റെ ഇട് ദോ മേലില്.
രംഗണ്ണൻ അത് ശരിക്കും വലുത് ചെറുത് കിട്ടുമോ? കോമഡി ആയിരിക്കും അത് കല്യാണത്തിന് ഇട്ട് കൊടുത്ത. അണിച്ചിട്ട് ഇറങ്ങി ഓടും. ജാഗ്വറോ എല്ലാം ഉണ്ട്. എല്ലാ മൃഗങ്ങളും ഭയങ്കര രാജകീയമായ ഒരു look. ഈ ഗോൾഡിന്റെയും കളർ വ്യത്യാസം ഉണ്ടല്ലോ. അതങ്ങനെ നമ്മള് കൈ കിടക്കുമ്പോ കളർ മാറും. പിന്നെ എന്റെ കാര്യം ഇടാൻ പിന്നെ പറയണ്ട. എൻഗേജ്മെന്റിന്റെ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇവിടെ പരപരാന്നിരിക്കുന്നു, ഇവിടെ ഇതിന് പ്ലെയിൻ ആയിട്ടിരിക്കുന്നു. അതാണ് വ്യത്യാസം. അഷ്ടമി തന്നെയാണ് അതിനകത്ത്. ദൂരം പറ്റുന്നില്ല. പെട്ട് ഗൈസ്. ശരിക്കും ദൂരം പറ്റുന്നില്ല. കഴിക്കുന്ന എല്ലാം കൂടി ഇവിടെ പോയിട്ട് അപ്പോസിറ്റേ കിടക്കും. എന്റെ ഈ എൻഗേജ്മെന്റ് റിംഗില് ഡയമണ്ടിന്റെ മോതിരാക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും നന്നായി ഞാൻ ഡയമണ്ട് ആക്കാനിരുന്നു. കാരണം ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സർവ ക്ലേയും ഇതിന്റെ അകത്തുണ്ട്. ഞാൻ എങ്ങനെ 4 പേരെ കാണിക്കും? ആ ഒരു പരുവത്തിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാം കഷ്ടം. എല്ലാം അങ്ങ് വാങ്ങിക്കും. നോർമൽ ഗോൾഡിന് തമ്മിലുള്ള വ്യത്യാസം കണ്ടു. ഇതിന് മറ്റേതിനും ഇത്ര ഭംഗി വരുത്തില്ല. പക്ഷെ നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഇതിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിക്കും. ഏത്? ആ സാധനം ഞാൻ ആ ഒരു സെയിം ഡിസൈൻ ആ റിംഗിനെ തപ്പി നടന്ന് കിട്ടിയില്ല. അതാണ് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഏതോ അതുപോലത്തെ മാല എനിക്ക് കിട്ടി. അതായിരുന്നു ഞാനില്ല. ഇത് ഈ മിററിനേക്കാളും നമ്മളെ കാണാൻ കുറച്ചുകൂടെ സുന്ദരനും സുന്ദരിമാക്കും മുകളിലത്തെയാണ്. അത് നമുക്ക് കാണിച്ചേ. അത് കാരണം അതിൽ കാണുമ്പോൾ നമ്മളുടെ മുഖത്തുള്ള സാധനങ്ങളൊന്നും എടുത്ത് കാണിക്കത്തില്ല. മറ്റേ ഭയങ്കര അടിപൊളിയായിട്ട് ലുക്കായിട്ട് തുണിക്കടയിലെ സ്വർണ്ണക്കടയിലെ എല്ലായിടത്തും നമുക്കിങ്ങനെ നമുക്കത്ര ഭംഗിയില്ലാന്ന് തോന്നുമ്പം ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ പോയി നമ്മളത് നോക്കാം. നല്ല ഭംഗിയായിട്ട് ഇവിടെ നോക്കിയാൽ നല്ല രസമുണ്ട്. ഒക്കെ ഇല്ലാത്ത ഭംഗിയൊക്കെ വരുന്നത്. നോക്കട്ടെ. ഇതാണ് നമ്മുടെ താലി ഇടാനായിട്ട് എടുത്ത മാല. ഇങ്ങനെയൊന്നും അല്ലടാ. അപ്പൊ നമ്മൾ ഗോൾഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജ്വല്ലറിയിൽ വന്നിട്ട് ഇത്രയും ഗോൾഡൊക്കെ ഇട്ട് നോക്കുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ. നോർമലി എനിക്ക് ഗോൾഡൊന്നും അത്ര ഇഷ്ടമല്ല. ഞാൻ നേരത്തെ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എടുക്കാൻ പോയാലും ഞാൻ പോവാറില്ല. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കല്യാണമാണല്ലോ, അപ്പം ഞാൻ തന്നെ വരണമല്ലോ എടുക്കാനായിട്ട്. അപ്പം നമ്മൾ വന്നിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്തു. പക്ഷെ ശരിക്കും ഇതൊക്കെ നേരത്തെ അമ്മയുടെ വന്നെല്ലാം സെലക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്നതാണ്. ഞാൻ വന്നിട്ടെല്ലാം ഇട്ട് നോക്കി മറ്റേ ഓക്കെ എന്ന് പറയാനായിട്ടാണ് വന്നത്. കാരണം എന്നെ കൊണ്ടുവന്നിട്ട് സെലക്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ സമയം കളഞ്ഞ് അവസാനമൊന്നും എടുക്കുന്നതും ഇല്ല. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഓൾറെഡി അമ്മയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനം തന്നെയാണ് നമ്മൾ എടുത്തത്. അതൊക്കെ എനിക്ക് ആക്ച്വലി ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ശരിക്കും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മറ്റേ ഓക്കെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, കല്യാണത്തിനായിരിക്കുമല്ലോ എല്ലാവരും ഇങ്ങനെ ഇത്രയും ഗോൾഡൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കുകയൊക്കെ ചെയ്യണം. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിതെല്ലാം എടുത്തു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും വേറെ വീഡിയോസ് ഒക്കെ വരാനുണ്ട്. നമ്മുടെ കല്യാണ തലേന്നും ഒക്കെ വരാനുണ്ട്. അപ്പം നിങ്ങൾ എല്ലാം കാണണം. അപ്പോൾ ബൈ.